മുൻപൊരു വീഡിയോയിൽ ഇന്നത്തെ കുട്ടികൾ വില്ലന്മാരെ ആരാധിക്കുന്നു, യുവാക്കൾ വഴിതെറ്റുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതേ ഞാൻ ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയിൽ നായകനെ കാണിക്കുമ്പോൾ അയാളോടൊന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയൂ, എന്നിട്ട് ആ വില്ലനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പേര് തനിയൊരുവൻ, വില്ലൻ സിദ്ധാർത്ഥ് അഭിമന്യു. സത്യത്തിൽ ഇതിൽ നായക കഥാപാത്രവും അടിപൊളിയാണ്, വെൽ റിട്ടൺ ആണ്. നാടിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരേ മൈൻഡുള്ള, ഒരേ ബാച്ചിൽ പാസ് ഔട്ട് ആവുന്ന ഒരു പറ്റം സിവിൽ സർവീസ് ട്രെയിനീസ്. അക്കൂട്ടത്തിലെ മെയിൻ ആളാണ് നമ്മുടെ നായകൻ. അയാളുടെ മോട്ടീവ്സ്, നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളുടെ അഴിമതികളുടെയും ക്രൈം ലാഡർ കയറി ഇതിന്റെയൊക്കെ ഏറ്റവും മുകളിൽ ആരാണ് ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള അയാളുടെ ബുദ്ധി, ഇതൊക്കെ നൈസാണ്. പക്ഷേ ഇങ്ങനെ ഒരു നായകൻ അവിടെ വെച്ചിട്ട് ഇവർ വില്ലൻ എഴുതി വെച്ചിരിക്കുന്ന രീതി, അയാൾക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ്, എല്ലാത്തിനുമുപരി ഇതുപോലൊരു കഥാപാത്രത്തെ നമ്മൾ സ്ഥിരം കാണുന്ന വില്ലൻ ടീംസിന് കൊടുക്കാതെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത, കുറെ കാലം അണ്ടർഗ്രൗണ്ടിലായിരുന്ന ഒരു പഴയ ഐക്കണിക് റൊമാൻറ്റിക് ഹീറോയെ ഒരു ഫുൾ മേക്ക് ഓവറിൽ കൊണ്ടുവന്ന് നമുക്ക് തന്ന ഒരു ഫ്രഷ്നെസ്, ഇതൊക്കെ കൂടിയാകുമ്പോൾ ആ വില്ലൻ നായകന്റെ ഒരുപാട് മുകളിലേക്ക് പോയി. അങ്ങനെ ഈ പരാക്രമങ്ങളൊക്കെ കഴിഞ്ഞ് നായകൻ എങ്ങനെയെങ്കിലും ഈ വില്ലനെ പിടിച്ചുകെട്ടി ക്ലൈമാക്സിൽ ഒരു അപ്പർ ഹാൻഡ് സ്ഥാപിക്കും എന്ന് കരുതുന്നിടത്ത് വീണ്ടും അയാൾ തന്നെ സ്കോർ ചെയ്യുന്നു. നായകൻ വെച്ച ട്രാപ്പിൽ വില്ലനല്ല, മറിച്ച് വില്ലൻ വെച്ച ട്രാപ്പിൽ നായകനാണ് യഥാർത്ഥത്തിൽ പെടുന്നത്. ഒടുക്കം അന്തിമ വിജയം വില്ലന് തന്നെ. വല്ലാത്തൊരു ക്യാരക്ടറായിരുന്നത്, വല്ലാത്തൊരു സിനിമയും.